ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കലിന്തിരു നാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആരുണ്ട്? എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂളിൽ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അന്ന് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടു സൂപ്പർ ഒപ്പടാ. അവിടെ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ. അവിടെ ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേക്കാ ഇത്? അപ്പൊ നമുക്കേ സാറേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കെ സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ല പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ടൂറിന് പോയി. അനന്തു ഉണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണോ? പ്രസന്റ് സാർ. സഞ്ജിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ജിതയുണ്ടോ? സഞ്ജിത? സഞ്ജിതയല്ല. അതും ടൂറ് പോയി കൊടുത്തില്ല. വരുണുണ്ടോ? വരുന്നില്ല. സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്നാ ചോദിച്ചേ. ശരി അവിടെ ഉണ്ടായിരിക്കും. അടുത്ത ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഓരോ കോള്. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമ്മ ചവിട്ടിൽ ലാണന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിള കൂതിയില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ചെല്ലടാ വിളിച്ചല്ലോ. ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ. ആ മൺവിളക്ക് എവിടോട്ട് വെക്ക. കേട്ടോ ഇന്നലെ എന്റെ നെഞ്ചിലെ കൊണ്ടോ അതിനകത്ത് മൺവിളക്കുണ്ടോ? ഇല്ല കൊണ്ടോ അതിനകത്ത്. ഇവിടെ വിളക്കടിച്ചോണ്ട് പോ. വിളക്കടിച്ചോണ്ട് പോ. മൺവിളക്കില്ലേ? ഏത് പാടി പദ്യം പാടി. കനകച്ചിലങ്കയില്ലേ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലവെള്ളം കവിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ആ പുന്നാരമേ ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോ അത്? കടമിഴിയിൽ കമലതളം. കടമിഴിയിൽ കമലതളം എന്നാണോ? അവിടെ നിനക്ക് സമാധാനം നീ ഇതോടെ ശ്രദ്ധിക്കേ. ആ പുസ്തകം കൊണ്ട് മടക്കി വെച്ച മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്യം ചോദിച്ചാ സാറേ. എടാ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ കൂടെ 12 കിട്ടിയാ മതിയൊന്ന്. നീ പറയാടാ മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയാം കൊണ്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാണി, തോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ റാണി, തോന്നി,
മലയാള നാളുകൾക്ക്. സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്ത് വെച്ചോ, എനിക്കും അതായിട്ട്. എടാ ഗ്രാമർ പഠിക്കാം, കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ എനിക്ക് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ലെ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖിൽ പറയടാ, ഭാവി പറ. ഭാവി പറ എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മയും മക്കളും അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒരു ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലുണ്ടോ? ശ്രദ്ധിക്കത്തേ ഇല്ലേ? അടുത്തത് പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ സാറേ. സ്ത്രീയെ കുറിച്ച്. സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തിയോ വനജ ടീച്ചർ. വനജ ടീച്ചറിന്റെ പേര് പറഞ്ഞോ, ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയല്ലയോ? സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരൊറ്റ അടി ഞാൻ തന്നെ കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത പദ്യം ചൊല്ലെ. പല പല നാളുകൾ ഞാനൊരു ഒഴിവായി. പാടാ, അനന്ത് എഴുന്നേറ്റ് പാടാ. പല 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 നാളിൽ ഞാനൊരു പല 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 നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കുട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി ബല 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 ബാഹുബലി ഉളനീതും പായും പൂലി ഉളനീലൻ നീളത്തി കൂടി കട്ടപ്പ പോയിരിക്കാം. ബാക്കി നീ പറഞ്ഞു. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാ. ഈ 5 വിഷയം വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്ക് എടുത്ത് വെക്കാൻ കണക്കാ പിന്നെ പഠിപ്പിക്കണം. അനന്ത് വരുന്നേറ്റേ. സാറേ 3ന്റെ പട്ടിക നോട്ടില്ലേ? 3ന്റെ ഒരു 3 ഒരു 3 3 ഇരു 3 3 സാറും ചൊല്ലിക്ക്. ഒരു 3 3 ഇരു 3 3 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ സാറേ സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ, എന്തുവാ സാറേ? വനജ ടീച്ചറേ, സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ? അല്ല, ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബം കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണുമ്പിള്ളയുടെ എന്തോലും പറയുമ്പോ അവര് വേറെ ഏതാണ്ട്. സാറേ എന്താ പറഞ്ഞേ? 3ന്റെ കാര്യം ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞപ്പോ ഞാൻ 3 ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, 3ന്റെ പട്ടിക ഈ ക്ലാസ് ഒരൊറ്റൊരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞ മലയാളത്തിന് പുസ്തകം മടക്കി ഹിന്ദി എടുക്കാം. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് അല്ല, പാവയ്ക്കാം. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. ഇരിക്കവിടെ. നീ ക്യാ ഹേ ഹിന്ദി പോയം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? പാസ്. ഇത് ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ, കണക്കെടുക്കാം. അഖിലേ, എന്നോടോ? എഴുന്നേറ്റേ. 4ന്റെ പട്ടിക നീല്ലേ? 4ന്റെയോ? ഒരു 4 4 ഒരു 4 4 24 24 4 കിടന്നാലും 4 4 4 എടാ 24 8 4 8. പറ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി? എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ആ ചുരം ഞാൻ കയറി വരണ്ടേ? അന്നൊന്ന് സാറിങ്ങനെ പറയാൻ തുടങ്ങി. എന്താ പറയുക? ISROയുടെ പിതാവ് ആര്? പറ, അനന്ത് പറ. ഇവനാ? ഞാനോ? ISROയുടെ പിതാവ്. എപ്പ സാർ അതിലെ വരുന്ന അന്നേരം അയ്യോ സാറോ അയ്യോ സാറോ. എടാ അതല്ല, ഞാൻ തരില്ല. എടാ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. അയ്യോ, ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. ഉണ്ട്.
ആ അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുന്താസ്. ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പിന്താസ്. പിന്താസോ? എടാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഒരു ഉത്തരം നിന്ന് എന്റെ ശരിയായിട്ടില്ല. പഠിക്കണോടാ. ഇവിടെ കേൾക്കണം, ഇവിടെ കേൾക്കണം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ. കൂടുതൽ അവിടെ കിട്ടുന്നേ. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തിറക്കുവോ? ഇറക്കി വിടുവോ? എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ പറ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ. ആ ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ടോ. എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് പറടാ. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്നത് എവിടെ? ലക്കട. ലക്കടയോ? ആ ലക്കട എന്നാടാ? ലക്കടി. ആ ഞാൻ ആരെ എടി പോടിന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിപ്പിക്കുന്നത്. അത് ന്യായമാണ്. പിന്നല്ല. അപ്പൊ ഇനിയും ഇത്രയും മതി. സ്റ്റാൻഡപ്പ്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, സിറ്റ് ഡൗൺ. അയ്യോ അടുത്തടിക്കാന്ന്. അടിക്കാനല്ലെങ്കിൽ വന്നേ. അടിക്കാനാണ് ഞാൻ. അനന്ത് ഇപ്പുറത്ത് വാടാ. അവിടെ നിന്ന് ഒതുങ്ങാതെ. എടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതും ഒക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുട്ടികളെല്ലാം ഡോക്ടർമാര്, അഡ്വക്കേറ്റ്, ജില്ലാ കളക്ടർ വരെ ആയിട്ടുണ്ട്. എന്നിട്ടും സാർ ഇവിടെ തന്നെ കിടക്കുക. സാർ ഇവിടെ കിടന്ന് ഇന്ത്യയുടെ തലത്താനെ ഇവിടെ ഐസക് ന്യൂട്ടന്റെ തല വേണം ആപ്പിളെ കൂടാ തെറിച്ചു പോയെ. ഫോണിൽ വിളിക്കാൻ പോകുന്നു. സാറിന് എന്താ ഇവിടെ ഇങ്ങനെ നിന്നാ മതി. എടാ ഇത്രയും കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നാകത്തില്ലയോ?